അനുസരിക്കണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇഷ്ടം വെച്ച് ആ പെണ്ണ് മരിച്ചു പോയാൽ അയ്യുമംറഅത്തിൻ മാതത്, അങ്ങനെ ഇഷ്ടം വെച്ചുകൊണ്ട് ഭർത്താവിന്റെ തൃപ്തിയിലായി ലോകത്തിൽ നിന്നൊരു പെണ്ണ് മരിച്ചു പോയാ വസൗജുഹാ അൻഹാ റാദിൻ, അവളെ തൊട്ട് ഭർത്താവിന് വല്ലാത്ത ഇഷ്ടമാണ്, അവളോട് വല്ലാത്ത പ്രണയമാണ്, അവളോട് വല്ലാത്ത ഇഷ്കാണ് ഈ ഭർത്താവിനുള്ളത്. അങ്ങനത്തെ പെണ്ണൊരു ഖബറിലെ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ നബി തങ്ങൾ പറയുകയാണ് ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താക്കന്മാരെ ബഹുമാനിക്കണേ. അത് ഭർത്താവിന്റെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള അഞ്ചാമത്തെ വഴിയാണ്. മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. അഞ്ചാമതായി പെണ്ണേ, എല്ലാ സഹോദരിമാരും കേട്ടോളണേ. ഒരു ഭർത്താവിന്റെ പ്രണയം, ഒരു ഭർത്താവിന്റെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള അഞ്ചാമത്തെ വഴി മഹാന്മാര് പറയുകയാണ്. ആ മഹാന്മാര് പറയുകയാണ് അവരെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം. മനസ്സിലായോ? ബഹുമാനം കൊടുക്കണം അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് കയറി വരികയാണെങ്കിൽ ആ ഭർത്താവിനെ കാണുമ്പോ ഒന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്റെ ഉമ്മമാരെ, നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ ഭർത്താവിന്റെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള അടക്കാൻ കഴിയാത്ത പ്രണയമാണ്, സ്നേഹമാണ്. ഭർത്താവ് വരുമ്പോ ഒരിക്കലും കാൽമക്കാലും കയറ്റി അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഉസ്താദിന്റെ കാക്കക്ക് ഒരു പ്രശ്നമില്ല, പക്ഷേ കുഴപ്പമില്ല, നിന്റെ ഇക്കാക്കക്ക് നീ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ലെങ്കിലും നിന്റെ ഇക്കാക്കയുടെ ഖൽബിൽ നിന്ന് അല്ലാഹു സ്നേഹത്തിനെ എടുത്തു കളയുന്നതാണ്. ഒന്ന് മനസ്സിലായോ? നിന്റെ ഇക്കാക്ക കയറി വരുമ്പോ നീ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് കൊടുത്തോ. അതുകൊണ്ടുണ്ടാകുന്ന മെച്ചം എന്താണ്? നിന്നോട് അടക്കാൻ കഴിയാത്ത പ്രണയം അല്ലാഹു അവരുടെ ഖൽബിൽ ഇട്ടുകൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ ആ ഭർത്താവ് വീടിന്റെ ഗേറ്റ് കടന്നുകൊണ്ട് ഭർത്താവിന്റെ വാഹനം ഇങ്ങനെ വരുമ്പോ ആ ഭർത്താവിന്റെ വാഹനത്തിൽ ഓണടിക്കുന്ന സമയത്തിൽ എന്റെ ഉമ്മ, നിങ്ങൾ നിങ്ങളുടെ വീടുണ്ടല്ലോ, വാതിൽ തുറന്നുകൊണ്ട് ഭർത്താവിന്റെ അരികിലേക്കൊന്ന് വരണേ. അത് ഭർത്താവിന്റെ സ്നേഹം വർദ്ധിക്കാനുള്ള കാരണമാണ്. അത് ഭർത്താവിനോടുള്ള ബഹുമാനമാണെന്ന് മഹാന്മാർ. എന്ത് മനസ്സിലായില്ല? മനസ്സിലായില്ല? ഭർത്താവ് വന്ന് വാഹനത്തിന്റെ ഓണടിക്കുമ്പോ, അതല്ലെങ്കിൽ ഭർത്താവ് വന്ന് കോണിമ്പല്ലടിക്കുകയാണ്, ആ സമയത്തിൽ നമ്മൾ വീടിന്റെ ഡൈനിങ് ഹാളിലുള്ള ജനവാതിലിലൂടെ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഭർത്താവാ വന്നത്. ആ സമയത്തിൽ എന്താ ചെയ്യേണ്ടത്? നേരെ വാതിൽ തുറക്കണം. എന്നിട്ട് ആ വാതിൽ തുറന്ന് വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് വരണം. എന്നിട്ട് ഭർത്താവിനൊന്ന് ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിച്ചു കഴിഞ്ഞ മഹാന്മാര് പറയാ, നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിക്കുമെന്ന് മാത്രമല്ല ഭർത്താവിന്റെ ഖൽബിലേക്ക് അല്ലാഹു പ്രണയം ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? ഞാൻ ഈ വഅദ് പറയാൻ ഈ വിഷയത്തിലൂടെ ഇങ്ങനെ കുറച്ചത് ഇന്ന് ഈ വിഷയത്തിലൂടെ പോവാനുണ്ടായ കാരണം ഇതൊന്നും നമ്മുടെ ആളുകൾക്ക് അറിയൂല. പക്ഷെ അറിഞ്ഞാലും ആളുകൾ ഇത് ചെയ്യാൻ താല്പര്യരല്ല. എന്നാൽ ചെയ്യണം. ഇതാരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അവരുടെ ഖൽബിലേക്ക് പ്രണയം ഇട്ടുകൊടുക്കുന്നതാണ്. ഇപ്പൊ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഭർത്താവാണ് എന്നറിഞ്ഞാൽ ഉടനെ തന്നെ വാതിലങ്ങ് മലർക്ക തുറന്നു വെക്കും. എന്നിട്ട് പറയേ,
നിങ്ങളെയിനോ എന്ന് ചോദിച്ചൊരൊറ്റ പോക്ക അടുക്കളയിലേക്ക്. എന്റെ ഉമ്മ അങ്ങനെ പോകല്ല പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ അരികിലേക്കൊന്ന് ചെല്ല്. ഭർത്താവിന്റെ കയ്യിലുള്ള ആ കവറുണ്ടല്ലോ, ആ കവറൊന്ന് വാങ്ങ്. എന്നിട്ട് ഭർത്താവിനോട് ചോദിക്കുക ഒരു ബഹുമാനത്തോടെ, നിങ്ങൾ ക്ഷീണിച്ചോ? നിങ്ങൾക്ക് വെള്ളം വേണ്ടേ? നിങ്ങൾ തളർന്നോ? നിങ്ങൾക്ക് വല്ല വിഷമവും വന്നോ? എന്നിങ്ങനെ ഭർത്താവിനോട് ബഹുമാനപരമായ സംസാരങ്ങൾ ഭർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ കൽബിലേക്കതാ അറിയാതെ പ്രണയം വരികയാണ്. നേരെ മറിച്ച് പുതിയാപ്പള കയറി വരുമ്പോ കയറി വരുന്ന കണ്ടില്ലേ, കയ്യിലൊന്നും ഇല്ലാതെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. എന്നും ഇങ്ങനെ പറയണം. എന്തെങ്കിലും ഒന്ന് കയറി വരുമ്പോ കുട്ടിയേക്ക് ഒരു 50 സെന്റ് മുട്ടായെങ്കിലും വാങ്ങിക്കൂടെ? അപ്പുറത്തുള്ള ബീരാൻകുട്ടിയെ കണ്ടു പഠിക്കണം. ബീരാൻകുട്ടി എപ്പം വരികയാണെങ്കിൽ എന്തെങ്കിലും കയ്യിൽ നിറച്ചുണ്ടാവും. എന്നിട്ട് പറയണം അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് തെള്ളളകി വടിമത്ത പാമ്പിന്റെ മാതിരി ഒരു പോക്കാണ് അടുക്കളയിലേക്ക്. സുബ്ഹാനല്ലാഹ്. ഭർത്താവ് പാവം അണ്ടി പോയ അണ്ണ എന്റെ മാതിരി മൂപ്പരാക്ക് വന്ന് കയ്യും കാലൊക്കെ കഴുകി സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കും. പാവം, അതിനൊരു ചായല്ല, ചായ ഒന്നും കിട്ടണില്ല. ഭർത്താവിനെ ബഹുമാനിച്ചു തുടങ്ങണം. മനസ്സിലായില്ലേ? ഭർത്താവിനെ ബഹുമാനിച്ചു തുടങ്ങിക്കോ. അത് ജീവിതത്തിൽ ബർക്കത്ത് വരാനുള്ള കാരണമാണ്. ആ ഭർത്താവ് നിന്നോട് പ്രണയം, നിന്നോട് സ്നേഹിക്കാനും അതൊരു കാരണം ആണ്. അല്ലാഹുവിന്റെ ഹബീബാൻ തങ്ങൾ പറയുകയാണ്, സഹോദര വഖ്ഫിൽ ജനാഹക ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജറഗിനെ നിങ്ങൾ താഴ്ത്തി കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. അവരോട് നിങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയണേ. അവരെ നിങ്ങൾ ഒരിക്കലും വെറുപ്പിക്കരുത്. ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ശൈആ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ്. എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരിക്കലും ഒരാളെയും നീ നിസ്സാരനാക്കാൻ പാടില്ല. അവരോട് നിങ്ങൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവരുമായിട്ട് നിങ്ങൾ ഇടപെടുകണേ. മുഹമ്മദ് മുസ്തഫ അങ്ങനെയാണ് അവരുമായിട്ട് നിൽക്കേണ്ടത്. ഒരു ഭർത്താവുമായി ഒരു ഭാര്യ നിൽക്കേണ്ട രീതി അതാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാനെ. നല്ലൊരു ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളമായി അല്ലാഹുവേ നീ നൽകണേ അല്ലാഹ്. തങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം,